ഞാനിപ്പോൾ കാണുന്നത് ഒരു 3 തലമുറകളെ നമ്മൾ കാണുന്നു മാധ്യമരംഗത്ത്. ഏറ്റവും യങ്സ്റ്റേഴ്സായിട്ടുള്ള ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ അവർക്കൊക്കെ മിടുക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മളെക്കാളും ഈ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ അവർ കരുത്തരാണ്. നമ്മളെക്കാളും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, വളരെ വേഗത്തിൽ അവർക്ക് കാര്യങ്ങളിൽ അവഗാഹത്തോടെ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. പക്ഷേ ചില വാല്യൂ സിസ്റ്റം അവർക്ക് ചോർന്നു പോകുന്നുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലേ ഇതൊക്കെ നഷ്ടപ്പെടൂ. നിങ്ങൾ ഒരിക്കൽ ഒരു 100 രൂപ ഒരാളിൻ്റെ കയ്യിൽ കൈക്കൂലിയായി ഒരു വാർത്ത കൊടുക്കുന്നതിന് കൈപ്പറ്റിയാൽ പിന്നെ നിങ്ങളുടെ സംശുദ്ധി ഇല്ലാതായി, എന്നേക്കുമായി നിങ്ങളില്ലാതായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഇത്രയും കാലം, നമ്മൾ ചില ആൾക്കാർ ഇത്രയും കാലം ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെയല്ല, ഇത്രയും കാലം ഞാൻ കൈക്കൂലി വാങ്ങാതെ ജീവിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഗൗരി പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രാവും പകലുമില്ലാതെ നടക്കുന്നൊരു ജോലിയാണ് ഈ മാധ്യമപ്രവർത്തകൻ്റേത്. പലപ്പോഴും എനിക്ക് സ്ട്രീറ്റിലൊക്കെ നിൽക്കുന്ന റിപ്പോർട്ടർ രാത്രി 9 മണിക്കും, നമ്മുടെ നിഖിൽ പരമേശ്വരോടെ ഇവിടെ ഇരിപ്പുണ്ട്, നിഖിൽ പരമേശ്വരൊക്കെ 9 മണിക്ക്, രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രിയിൽ 9 മണിക്ക് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ശരിക്കും ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഇവരുടെയൊക്കെ കുടുംബത്തിരുന്ന ആളുകൾ എന്തായിരിക്കും ആലോചിക്കുക. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയതാണ്, ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി എല്ലാ ത്യാഗവും സഹിച്ച് ഒരു മാധ്യമപ്രവർത്തകന് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണ്. ചിലർ 20 ലക്ഷം 50 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും. വെറുതെ കൊതിപ്പിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ചില ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിത്തിരി കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവത്തല്ലോ, വെറുതെ വീട്ടിൽ കിടക്കും പാചവട്ടി കീറാന്നല്ലാതെ, ഉറക്കം വരാതിരിക്കാമെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോന്ന്. അല്ല, ഗുണമില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രപ്രവർത്തകൻ്റെ, ഒരു മാധ്യമപ്രവർത്തകൻ്റെ വില നിലവാരം നിശ്ചയിക്കുന്നത് അയാൾ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ കണക്കിലാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില പോസ്റ്റുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. 20 ലക്ഷം ശമ്പളമുള്ള ആൾ ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകനാകുമോ? മോഹൻലാൽ ഒരു ദിവസം 1 കോടി രൂപ വരുമാനമുള്ള ആളാണ്. അത് നമ്മൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഞാനൊരാൾ എന്നോട് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ഓർത്ത് സങ്കടപ്പെട്ടുള്ളൂ, അവർക്ക് 1 കോടി രൂപ ശമ്പളം കിട്ടും. ശമ്പളമാണോ ഒരു പത്രപ്രവർത്തകൻ്റെ അന്തസ്സും മാന്യതയും തീരുമാനിക്കുന്നത്? നമ്മുടെ സമൂഹം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കോവിഡ് കാലത്തിന് ശേഷം ഈ നമ്മുടെ ചരിത്രത്തെ നമ്മൾ കോവിഡിന് മുമ്പും പിമ്പും എന്ന് വെട്ടിമുറിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ് ഈ സമൂഹത്തിൽ കോവിഡ് വരുത്തിയത്. കോവിഡിന് ശേഷം എല്ലാം മറിയുകയാണ്. അപ്പം നമുക്ക് ഈ ലോകത്തിൻ്റെ, ഈ ആഗോള ഗ്രാമത്തിൻ്റെ ഇങ്ങേ തലക്കിൽ കൊച്ചു മണ്ണിലിരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. നമ്മൾ ഇപ്പോഴും നമുക്ക് ധൈര്യത്തോടെ ആത്മാഭിമാനത്തോടെ ഒരു കാര്യം പറയാം, നമ്മുടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സംശുദ്ധി കുറേയെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് നെറികേടും കാണിക്കാൻ തയ്യാറായ മാധ്യമപ്രവർത്തകർ എത്രയോ ആൾക്കാരുണ്ട്. മഹാനഗരങ്ങളിലൊക്കെ തന്നെ എല്ലാ അപകടങ്ങളുടെയും മുൻപിൽ ഇവരുണ്ടാകും. എന്നാൽ അതൊന്നുമല്ല കേരളത്തിലെ ആളുകൾ. അപ്പം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ആൾക്കാർ പറയും, വൃത്തികെട്ട ജനതയ്ക്ക് അവരർഹിക്കുന്ന ഒരു ഭരണപക്ഷമേ കിട്ടൂ എന്ന ആളുകൾ പറയാറുണ്ട്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാര്യം പലപ്പോഴും ഈ കാര്യങ്ങളുടെ മുഖച്ഛായ മാറ്റിക്കളയുന്നതിൽ ഈ മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഡൽഹിയിലെ ഗോദാവരി ഫ്ലാറ്റിൽ കണ്ണൂരിലെ കെ സുധാകരൻ ഇന്ന് കണക്കൂട്ടുകയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ദൂരെ നിൽക്കുന്ന നമുക്ക് വിടാൻ പറ്റുമോ? നമ്മൾ മാറിയും തിരിഞ്ഞും മറിഞ്ഞും കെ സുധാകരൻ്റെ മനസ്സെടുത്ത് മലക്കെ തുറന്നു വെച്ചു. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഖഡ്ഗെ ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധ്യതയുണ്ട്, KC വേണുഗോപാൽ അതുവഴി പോയിട്ടുണ്ടാകും, അടൂർ പ്രകാശിന് സീറ്റ് കിട്ടുമോ? നമ്മളെ ഒരു 3 ദിവസം സുധാകരനെ അങ്ങ് പെരുമാറി. അവസാനം സുധാകരൻ ഗോദാവരി ഇറങ്ങി പുറത്തോട്ട് പറഞ്ഞു, ഞാൻ വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്, ചതിച്ചല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ നെഞ്ചത്തടിച്ചു പോയി. കാര്യം എൻ്റെ സുധാകരേട്ട ഒന്നും പറയാതെ നിങ്ങൾ കാറിലെ ഷട്ടറിട്ട് പോയിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയേനെ. ഞങ്ങൾ 3 ദിവസം അലക്കിയതുകൊണ്ടുള്ള ഒരു ഗുണമെന്താണെന്നറിയാമോ? ഈ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ഒരു തത്വദീക്ഷയിൽ അടിസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമില്ല എന്ന് സംശയിക്കാൻ സാധാരണക്കാരായ ആൾക്കാരെ ഇത് പ്രേരിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് വന്നു, അടിക്കടി തെരഞ്ഞെടുപ്പ് വരുന്നു, ഒരു ഇലക്ഷൻ ഫാറ്റിഗ്, ഒരു ക്ഷീണം ആളുകൾക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു സംശുദ്ധിയുള്ള ഒരാളെ, അഴിമതി കാണിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളെ ജയിപ്പിച്ചു വിടണം, ഈ നാടിന് ഗുണം ചെയ്യുന്നതിന് ജയിപ്പിച്ചു വിടണമെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാലം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കൊക്കെ തന്നെ അവരുടെ വിശ്വാസങ്ങളിലാണ് ഇളക്കം തട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ സൊസൈറ്റി
നമുക്കിപ്പം ഇഷ്ടം പോലെ നല്ല റോഡുകളുണ്ട്. ഇനി നമ്മൾ വയനാട്ടിൽ കയറാൻ കോഴിക്കോട് നിന്ന് ഇറങ്ങിയാൽ നമ്മൾ തുരങ്കത്തിൽ കൂടെ കുനിഞ്ഞു പോയാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുക. റോഡുകളും ഒക്കെ വികസനത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. അതിനിടയിൽ ആളുകൾ പറയുന്നുണ്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് 1.5 കോടി 25 ലക്ഷം രൂപയുടെ കടം കാണുമെന്ന്. കുട്ടികൾ ജനിക്കാതിരുന്നാൽ പിന്നെ പ്രശ്നം തീരുമല്ലോ. അത് ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇത് ജനിക്കാൻ പോകുന്ന കുട്ടികൾ കൂടി ഇത്രയും കൂടുതൽ കടമുണ്ടാകുന്ന ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഒരു രീതിയിൽ, അതായത് നമുക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാർത്താ ചാനലുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പരസ്യങ്ങൾ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഈ വാർത്താ ചാനലുകൾ പരസ്യങ്ങൾ നിയന്ത്രിക്കുകയും പരസ്യ വരുമാനത്തിൽ കാര്യങ്ങൾ ഊന്നി നിൽക്കുകയും ചെയ്യുന്നൊരു സമയത്ത് ഒരുപാട് വിട്ടുവീഴ്ചകൾ, ഞാൻ തുറന്നു പറയുകയാണ്, കോംപ്രമൈസുകൾക്ക് നമ്മൾ തയ്യാറാകും. പക്ഷേ ആ കോംപ്രമൈസുകൾക്കപ്പുറം ഈ സമൂഹത്തിൽ നന്മയുടെ വെളിച്ചമെത്തിറാൻ ഒരു നിമിഷമെങ്കിലും നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് തന്നെ വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ നമ്മൾ ഈ സമൂഹത്തിൽ പിറവിയെടുക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജീവിത സാഹചര്യവും എല്ലാം നൽകുന്നത് ജനങ്ങളുടെ നികുതിപ്പണത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നികുതിപ്പണത്തിൽ വളർന്ന് ആൽമരം പോലെ നമ്മളിങ്ങനെ വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ എനിക്ക് സമൂഹത്തോട് കടപ്പാടും ബാധ്യതയുമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് യാതൊരു ആദരവുമില്ല. നമുക്കറിയാം ഇന്ന് ഈ ഗൾഫ് നാടുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്രയോ ആളുകളുണ്ടെന്നറിയോ നമ്മുടെ മണ്ണിനെ തിരിച്ചറിഞ്ഞ് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നാൽ കെട്ടിത്തൂങ്ങി ചാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരവിടെ തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവിധമായ ഈ ടെലിവിഷൻ്റെ പത്രാസുകൾക്കും പളവളപ്പുകൾക്കും അപ്പുറം ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ഇരുട്ട് നിറഞ്ഞ പാതകളിൽ ഒരിത്തിരി ടോർച്ച് ലൈറ്റ് തെളിക്കാൻ കഴിയുവാണെങ്കിൽ ആ ടോർച്ച് പിടിക്കാൻ ഞാനും ഉണ്ടാകും എന്നുള്ളത് മാത്രം ഞാൻ പറയാം. സമൂഹ മാറ്റം എന്ന് പറയുന്നത്, മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറിക്കൊണ്ടേയിരിക്കും സമൂഹം. വലിയ ഒരു പക്ഷേ നമ്മൾ പക്ഷേ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് പ്രവീൺ മോഹനൊക്കെ പറഞ്ഞതുപോലെ ഈ കുത്തകകൾ വലിയ സ്വാധീനം ചെലുത്തുന്നൊരു മാധ്യമരംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ 70% ടെലിവിഷൻ ചാനലുകളും ഇപ്പോൾ മുകേഷ് അംബാനിയുടെ കയ്യിലാണ്. മുകേഷ് അംബാനി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകും. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിനെ കൂടി ഇവർക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യബോധം എന്തെന്ന് മുകേഷ് അംബാനി തീരുമാനിക്കുന്ന ഒരു കാലം വരും. ഒരുപക്ഷെ ഏറ്റവും അപകടം പിടിച്ച ഒരു കാലമായിരിക്കും. ഞാനൊരു സ്വകാര്യം കൂടി പറയാം. ഞാൻ ഈ ടോക്ക് ഷോ ആരംഭിച്ചപ്പം എനിക്ക് ഒരു കടലാസ് കിട്ടി. അതായത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത നമ്മൾ തമ്മിലുള്ള നഗ്നമായ കോപ്പിയാണിത്. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ജപ്തി ചെയ്യാനുള്ള വകുപ്പ് കോപ്പിറൈറ്റ് വയലേഷൻ കേസ് ഞാൻ തിരിച്ചൊരു സ്ഥാനം അയച്ചു കൊടുത്തു. ഏഷ്യാനെറ്റിൻ്റെ കാൽനാട്ട് കർമ്മത്തിന് സ്ഥാനം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ തുടങ്ങിയ ഒരു ടോക്ക് ഷോ പിന്നീട് ഞാനത് വേറെ രീതിയിൽ തുടങ്ങുകയും ഇങ്ങനെയൊരു ടോക്ക് ഷോ നടത്താൻ ഇന്ത്യൻ കോപ്പിറൈറ്റ് ബോർഡിൽ നിന്ന് അവകാശം സമ്പാദിക്കുന്ന ഒരാൾ നിങ്ങളുടെ കുത്തക ഭരണത്തിന് നേരെ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ നീട്ടിപ്പിടിച്ചൊരു സാധനം അങ്ങോട്ട് അയച്ചു കൊടുത്തു. മാത്രമല്ല എൻ്റെ അനുവാദമില്ലാതെ നിങ്ങളുടെ OTT പ്ലാറ്റ്ഫോമുകളിൽ എൻ്റെ പടം വെച്ച് നിങ്ങൾ ടോക്ക് ഷോ അച്ചടിച്ചെന്ന് നിങ്ങളുടെ പേരിൽ ക്രിമിനൽ ചട്ടങ്ങൾ പ്രകാരം കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങോട്ടൊരു മറുപടി കൊടുത്തു. ഇതുവരെ റിപ്ലൈ വന്നിട്ടില്ല. മാത്രമല്ല എന്നെ പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞു. ടോക്ക് ഷോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാന സമയത്ത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച സ്ഥാപനമാണിത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മറുപടി അയച്ചു കൊടുത്തു. അത്രയും പറ്റിച്ചിട്ടില്ല കേട്ടോ. പറയുമ്പോൾ നമ്മളെ കുറിച്ച് കടുപ്പിച്ച് പറയണമല്ലോ, പൊലിപ്പിച്ചടിച്ചത് കൊടുത്താൽ ഇതുവരെ മറുപടി വന്നിട്ടില്ല. കാരണം അതിലൂടെ എൻ്റെ ഒരു ആഹ്ലാദം എന്താ എന്നറിയാമോ, ഈ 70% ചാനലും സ്വന്തമാക്കിയ അംബാനിക്കൊരു മറുപടി. എന്താ സുഖമാത്. നമുക്ക് ആ ഒരു സുഖത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ പോയി. എന്തായാലും നിങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഈ സാമൂഹിക പരിണാമം അത് നടക്കുന്ന വഴിയിൽ ഒരു മാധ്യമത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ ആ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. മാത്രമല്ല ഗൗരി എന്നോട് ഒരു സ്വകാര്യം പറഞ്ഞിരുന്നു, അത് വെളിപ്പെടുത്താൻ നിർവാഹമില്ല. താങ്ക് യു.